എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു അധികം ലെങ്ത് ഇല്ലാത്ത ഒരു ചെറിയ റീഡിംഗ് ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോകളിൽ നിന്നും നമ്മുടെ പ്രേക്ഷകരിൽ പലരും ഒരു മടുപ്പിലൂടെയോ നിരാശയിലൂടെയോ എന്തൊക്കെ പ്രയാസങ്ങളിലൂടെയോ കടന്നു പോവുകയാണെന്നൊരു എനർജി നമ്മൾ കണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ എനർജി ഒന്ന് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന, അതായത് നിങ്ങൾക്ക് സന്ദർശിക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, അതായത് ഏത് സ്ഥലത്തേക്ക് പോയാൽ നിങ്ങളുടെ എനർജി ഒന്ന് പെട്ടെന്ന് റീചാർജ് ചെയ്ത് കിട്ടും എന്നാണ് നമ്മൾ ഈ റീഡിങ്ങിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്ക് ഒരു പിക്കി കാർഡ് റീഡിങ് അതിനായിട്ട് എടുക്കാം. ഓക്കെ, 3 പൈലുകളായിട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് താല്പര്യം തോന്നുന്ന പൈലുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. പൈൽ നമ്പർ 1 3 of Cups, pile number 2 King of Wands, pile number 3 10 of Pentacles. ഓക്കെ, ഈ 3 പൈലുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പൈല് തിരഞ്ഞെടുക്കും. എന്നിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഹായ്, പൈൽ നമ്പർ 1, നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് 3 of Cups എന്ന മനോഹരമായ ഒരു കാർഡാണ്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ എനർജി തിരിച്ചു പിടിക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഒറ്റപ്പെടലല്ല, മറിച്ച് ആഘോഷങ്ങളും സൗഹൃദങ്ങളുമാണ് എന്നാണ്. നിങ്ങളെ മനസ്സിലാക്കുന്ന പ്രിയപ്പെട്ടവരുമായി ചിരിച്ചുല്ലസിക്കാനും ഒത്തുചേരലുകൾ നടത്താനും പറ്റിയ ഒരു യാത്രയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ നടത്തേണ്ടത്. ഓക്കെ, അത് നിങ്ങളുടെ മനസ്സിനെ എത്രത്തോളം റീചാർജ് ചെയ്യുമെന്നും അതുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സ് എന്താണ് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ നിലവിലെ ഊർജം ചോർത്തിക്കളയുന്നത് എന്താണ്? എന്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബ്രേക്ക് വേണ്ടത്? 6 of Cups. നിങ്ങൾ പോകേണ്ട ഡെസ്റ്റിനേഷൻ, എങ്ങനെയുള്ള യാത്രയാണ്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ യാത്ര പോകേണ്ടത്? യാത്രയിൽ നിങ്ങളുടെ കമ്പാനിയൻസ് എങ്ങനെയുള്ള ആളുകളായിരിക്കണം, ആരായിരിക്കണം? ഇങ്ങനൊരു യാത്ര നടത്തിയാൽ അത് നിങ്ങൾക്ക് നൽകുന്ന ഒരു റിസൾട്ട് എന്തായിരിക്കും? ഓക്കെ, നിങ്ങളുടെ നിലവിലെ അവസ്ഥ, അതായത് കറന്റ് ഡ്രെയിൻ എന്താണ്, എനർജി ഡ്രെയിൻ എന്താണെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ യൂണിവേഴ്സ് നൽകിയിരിക്കുന്ന കാർഡ് 6 of Cups എന്ന കാർഡാണ്. അതായത് ഇത് നൊസ്റ്റാൾജിയുമായിട്ട് ബന്ധപ്പെട്ട കാർഡാണ്. നിങ്ങളുടെ ഊർജ്ജം ഇപ്പോൾ ചോർത്തിക്കളയുന്നത് പഴയ കാലത്തെക്കുറിച്ചുള്ള അമിതമായ ചിന്തകളോ അല്ലെങ്കിൽ പഴയതുപോലെ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നില്ലല്ലോ എന്ന സങ്കടമോ. കുട്ടിക്കാലത്തെ ഫ്രീഡം അല്ലെങ്കിൽ പണ്ടത്തെ നല്ല ഓർമ്മകൾ എന്നിവയിലേക്ക് നിങ്ങളുടെ മനസ്സ് എപ്പോഴും പോകുന്നുണ്ടാകാം. നിലവിലെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളും യാന്ത്രികതകളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും നിങ്ങളെ ശരിക്കും തളർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇതിനൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോകേണ്ടത് ഒരു വിജനമായ കാടോ മലയോ ഒന്നും കയറാനല്ല, പാരമ്പര്യ തനിമയുള്ളതും സുരക്ഷിതത്വം തോന്നുന്നതുമായ ഒരിടത്തേക്കാണ്. അത് ഒന്നുകിൽ നിങ്ങളിപ്പോൾ മറ്റൊരു നാട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്വന്തം ജന്മനാട്, തറവാട്, അല്ലെങ്കിൽ വലിയ ചരിത്രപ്പഴമയുള്ള നഗരങ്ങൾ, കുടുംബാംഗങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ഇടങ്ങൾ എന്നിവയാണ് പ്രപഞ്ചം കാണിച്ചു തരുന്നത്. പ്രകൃതി ഭംഗിയേക്കാൾ ഉപരി ഉള്ളിലൊരു ഹോം ലൈക്ക് ഫീലിംഗ് തരുന്ന സ്ഥലങ്ങളാണ് നിങ്ങൾക്ക് എനർജി നൽകുക. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരോടൊപ്പം യാത്ര ചെയ്യണം എന്ന് നിങ്ങളുടെ കമ്പാനിയൻഷിപ്പിനെ പറ്റി ജഡ്ജ്മെന്റ് കാർഡാണ് പറയുന്നത്. ഈ കാർഡ് നമുക്കറിയാമല്ലോ, ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ഒരു അവേക്കനിങ്ങിനെ, ഒരു കോളിനെ പറ്റിയാണ് പറയുന്നത്. നിങ്ങളുടെ ആത്മാവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, നിങ്ങളുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയുന്ന ആളുകൾക്കൊപ്പം വേണം നിങ്ങൾ യാത്ര ചെയ്യാൻ. വളരെ കാലമായി കാണാതിരുന്ന പഴയ സുഹൃത്തുക്കളാവാം അത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സോൾ ഫാമിലി എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന പ്രിയപ്പെട്ടവരാകാം. അവരുമായുള്ള ഒരു റീയൂണിയൻ, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു യാത്ര, അല്ലെങ്കിൽ അവരുമായി സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് പുതിയൊരു ജന്മം കിട്ടിയതുപോലെ തോന്നിപ്പിക്കും. ഇത് എന്ത് റിസൾട്ടാണ് നിങ്ങൾക്ക് ഈ യാത്ര നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്? ഈ യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ നിങ്ങളുടെ മനസ്സ് സ്നേഹവും സമാധാനവും കൊണ്ട് നിറയും. വൈകാരികമായി നിങ്ങൾ അതീവ ശക്തയോ ഒക്കെ ആകും. ഒരു ഇമോഷണൽ ഹീലിംഗ് സംഭവിക്കും. നിങ്ങളുടെ ഉള്ളിലെ സ്നേഹവും
അതുപോലെയുള്ള കരുണയും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ തക്കവണ്ണം നിങ്ങളുടെ ഒരു ഇമോഷണൽ ടാങ്ക് ഫുള്ളായി റീചാർജ് ചെയ്യപ്പെടും. അനാവശ്യമായ ആകുലതകളൊക്കെ മാറി മനസ്സ് ശാന്തമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെത്തും. അപ്പോൾ ഫയൽ നമ്പർ 1 എടുത്തിരിക്കുന്ന ആളുകളോട് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ ഒറ്റയ്ക്കൊരു യാത്ര പോകേണ്ട സമയമല്ല, നിങ്ങളുടെ വേരുകളിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. വളരെ കാലമായി കാണാത്ത നിങ്ങളുടെ പഴയ കൂട്ടുകാരെയോ കുടുംബത്തെയോ പോയി കാണുക. നിങ്ങളുടെ കുട്ടിക്കാലം ചിലവഴിച്ചിടങ്ങളിലേക്കോ അല്ലെങ്കിൽ അത്രമേൽ പ്രിയപ്പെട്ടവർക്കൊപ്പമോ ഒരു യാത്ര പ്ലാൻ ചെയ്യുക. ആ ഒത്തുചേരലും ചിരികളും നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും സുഖപ്പെടുത്തുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സൂചന. അത് ചരിത്ര പ്രധാനമുള്ള നഗരങ്ങളിലേക്കോ അങ്ങനെയൊക്കെ, അല്ലാതെ ഒരു ഹിൽ സ്റ്റേഷനൊന്നും പോകാൻ വേണ്ടിയിട്ട് അല്ല ഇവിടെ കിട്ടുന്ന നിർദ്ദേശം. ഓക്കെ, ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉള്ള ഒരിടം, ശാന്തമായ ഒരിടം എന്നത് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഹായ് ഫയൽ നമ്പർ 2. ഫയൽ നമ്പർ 2 തിരഞ്ഞെടുത്ത ആളുകൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി, നിങ്ങളെ ഡ്രെയിൻ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഒരു മാറ്റം, അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നിങ്ങളുടെ നിലവിലെ സാഹചര്യമാണ്. ആ സാഹചര്യത്തെ പറ്റി ചോദിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ് 2 ജമ്പേഴ്സാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഏത് ഡെസ്റ്റിനേഷനിലേക്കാണ് ഈ എനർജി ഡ്രെയിൻ മാറാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യേണ്ടത്? ഇവിടെയും 2 കാർഡ്സ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. Queen of Pentacles and Knight of Wands. ഓക്കെ, ആരോടൊപ്പമാണ്, അതായത് നിങ്ങളുടെ യാത്രയിലെ കമ്പാനിയൻ ആരാണ് ആവേണ്ടത്? ഈ യാത്ര എന്ത് റിസൾട്ടാണ് നിങ്ങൾക്ക് നൽകുക? ചാരിയറ്റ്. ഫയൽ നമ്പർ 2 ഫയൽ മാർക്കറായിട്ട് വെച്ചിരിക്കുന്ന കിങ് ഓഫ് വാൻസ് എന്ന കാർഡാണ് തിരഞ്ഞെടുത്തത് എന്ന് തന്നെയാണ് ഈ റീഡിങ്ങിന്റെ ഒരു പ്രാധാന്യം. അതായത് കിങ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ അതീവ ശക്തമായ ആത്മവിശ്വാസവും ആവേശവും നിറഞ്ഞൊരു കാർഡാണ്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിലെ കത്തുന്ന ഒരു എനർജി ഉണ്ട്, നിങ്ങളുടെ ഒരു സ്പിരിറ്റ്, നിങ്ങളുടെ പാഷൻ എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് തിരിച്ചു പിടിക്കാൻ നിങ്ങൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങളുടെ നിലവിലെ അവസ്ഥ സൂചിപ്പിക്കുന്ന 2 കാർഡുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പേജ് ഓഫ് കപ്സ് ആൻഡ് 4 ഓഫ് കപ്സ്. ആദ്യമായി യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്, നിലവിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരുതരം മടുപ്പിലൂടെയോ വിരസതയിലൂടെയോ ആണ് കടന്നു പോകുന്നതെന്നാണ്. മുന്നിൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടും എന്തിനോ വേണ്ടി കാത്തിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥ. നിങ്ങളുടെ ഉള്ളിലെ പഴയ കുസൃതിയും ക്രിയേറ്റീവായിട്ടുള്ള ചിന്തകളും സന്തോഷവും എവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള ലൈഫ്, യാന്ത്രികമായ ജീവിതവും അതിൽ നിന്നുണ്ടാകുന്ന മടുപ്പുമാണ് പ്രധാനമായിട്ടും നിങ്ങളുടെ ഊർജം ഇപ്പോൾ പൂർണ്ണമായിട്ടും ചോർത്തിക്കളയുന്നത്. അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട്, അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു രക്ഷ വേണമല്ലോ. അതിനെങ്ങനെ ചേഞ്ച് ചെയ്യാം? നിങ്ങൾ എങ്ങോട്ടാണ് അതിനു വേണ്ടി പോകേണ്ടത്? യാത്ര പോകേണ്ടത് എങ്ങോട്ടാണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് നൈറ്റ് ഓഫ് വാൻസും കിങ് ഓഫ് പെന്റക്കിൾസും ക്യൂൻ ഓഫ് പെന്റക്കിൾസുമാണ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് വളരെ രസകരമായ ഒരു യാത്ര പ്ലാനാണ്. നൈറ്റ് ഓഫ് വാൻസ് സൂചിപ്പിക്കുന്നത് നല്ല ആവേശവും സാഹസികതയും, അതായത് ഒരു അഡ്വഞ്ചർ ട്രിപ്പ്, അഡ്വഞ്ചർ റൂട്ടുകളിലൂടെയുള്ള യാത്ര. എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന ക്യൂൻ ഓഫ് പെന്റക്കിൾസ് സൂചിപ്പിക്കുന്നത് പച്ചപ്പും പ്രകൃതി ഭംഗിയും ഒക്കെയുള്ള, അതുപോലെ നല്ല കംഫർട്ടും ആഡംബരവും നൽകുന്ന ഒരിടത്തേക്കാണ്. അതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് സാഹസികതയും ഒപ്പം, സാഹസികത എന്ന് പറയുമ്പോൾ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് എന്ന് പറയുന്ന ഒരു ട്രിപ്പും അതിനോടൊപ്പം ആഡംബരവും ചേരുന്ന ഒരിടമാണ് നിങ്ങൾ യാത്രക്കായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. പകൽ സമയങ്ങളിൽ ഒരു ഓഫ് റോഡ് ഡ്രൈവോ ട്രക്കിങ്ങോ ഒക്കെ ചെയ്ത് രാത്രിയിൽ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന നല്ലൊരു റിസോർട്ടിൽ ആഡംബരത്തോടെ വിശ്രമിക്കാൻ പറ്റിയ ഒരിടം, ഉദാഹരണത്തിന് ഹിൽ സ്റ്റേഷനുകൾ, അങ്ങനെ ഒരു സ്ഥലം നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ യാത്ര ആരോടൊപ്പമായിരിക്കണം, യാത്രയിലെ കമ്പാനിയൻ ആരാണ് എന്ന് പറയുന്നത് 2 ഓഫ് വാൻസ് ആണ്. ഈ യാത്രയിൽ നിങ്ങളുടെ കൂടെ ആരുണ്ടാവണം? ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 ഓഫ് വാൻസ് ആണല്ലോ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ഈ കാർഡ് തന്നെ യഥാർത്ഥത്തിൽ ഒരു വലിയ യാത്ര പ്ലാനിങ്ങിനെ, ഒരു ട്രാവൽ പ്രിപ്പറേഷനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. നിങ്ങളുടെ കയ്യിൽ ലോകത്തെ പിടിച്ചുകൊണ്ട് ഒരു കോട്ടയ്ക്ക് മുകളിൽ നിന്ന് പുതിയ ചക്രവാളത്തിലേക്ക് നോക്കുന്ന ഒരു ചിത്രമാണ് ഇതിലുള്ളത്. ലക്ഷ്യസ്ഥാനത്തിന്റെ സ്ഥലത്ത് ക്യൂൻ ഓഫ് പെന്റക്കിൾസ് വന്നതുകൊണ്ട്
ഇവിടെ ക്യൂൻ ഓഫ് പെന്റക്കിൾസ് വന്നതുകൊണ്ട് കുടുംബവും പങ്കാളിയും എന്ന് ഇതിനെ പറയാം. ഇത് നിങ്ങളുടെ പങ്കാളിയോടൊപ്പമുള്ള യാത്രയെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് വളരെ കാലമായി പ്ലാൻ ചെയ്യുന്ന, എന്നാൽ പല കാരണങ്ങളാൽ നീണ്ടുപോയ ഏതെങ്കിലും ഒരു യാത്രയുണ്ടെങ്കിൽ ആ യാത്രയ്ക്കുള്ള സമയമാണിത്. ഇനി നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിൽ നിന്നും ദൂരെ എവിടെയെങ്കിലുമാണ് താമസിക്കുന്നതെങ്കിൽ അവരെ പോയി കാണാനുള്ള ഒരു യാത്രയുടെ ഒരുക്കമായി ഇതിനെ കാണാം. വെറുമൊരു കറക്കമല്ല ഇത്. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ഈ യാത്ര സഹായിക്കുമെന്നാണ് ഈ കാർഡുകൾ നൽകുന്ന സൂചന. ഈ യാത്രയുടെ ഒരു ഔട്ട്കം എന്തായിരിക്കും എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടിയത് ചാരിയറ്റ് ആണ്. ഈ യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു എനർജി റീചാർജ് വളരെ ശക്തമായ, അതീവ ശക്തമായ മേജർ ആർക്കാന കാർഡായിട്ടുള്ള ചാരിയറ്റിലൂടെയാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ യാത്രയ്ക്ക് ശേഷം നിങ്ങളുടെ മടുപ്പും ആശയക്കുഴപ്പങ്ങളും പൂർണ്ണമായി മാറും. നിങ്ങളുടെ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് നിങ്ങൾ വീണ്ടെടുക്കും. വല്ലാത്തൊരു ആത്മവിശ്വാസവും ലക്ഷ്യബോധവും പ്രതിബന്ധങ്ങളെല്ലാം വെട്ടിമാറ്റി മുന്നോട്ട് കുതിക്കാനുള്ള മനക്കരുത്തും നിങ്ങൾക്ക് ഈ യാത്രയിലൂടെ സമ്മാനമായിട്ട് ലഭിക്കും. കിങ് ഓഫ് വാൻഡ്സ് പോലെ, വീണ്ടും ഒരു രാജാവിനെ പോലെ, രാജ്ഞിയെ പോലെ നിങ്ങളുടെ ജീവിതത്തെ നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഇവിടെ യൂണിവേഴ്സിന്റെ സന്ദേശം വ്യക്തമാണ്. മടുപ്പിൽ നിന്ന് അടിയന്തരമായിട്ടൊരു ബ്രേക്ക് എടുക്കൂ. നിങ്ങളുടെ പങ്കാളിയുമായി ചേർന്ന് വളരെ നാളായി പ്ലാൻ ചെയ്യുന്ന ആ യാത്രയ്ക്കായി ബാഗ് ഉടനെ പാക്ക് ചെയ്യൂ. നിങ്ങളുടെ ഉള്ളിലെ ആ പഴയ തീപ്പൊരി, ആ പാഷൻ തിരിച്ചു പിടിക്കാനുള്ള സമയമായി. ഹായ്, പൈൽ നമ്പർ 3. പൈൽ നമ്പർ 3 തിരഞ്ഞെടുത്തിരിക്കുന്നത് 10 ഓഫ് പെന്റക്കിൾസ് എന്ന പൈൽ മാർക്കർ കാർഡാണ്. പൈൽ 3 തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളുടെ എനർജിയെ നിലവിൽ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം എന്താണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. 4 ഓഫ് വാൻഡ്സ്. ഇവിടെ 2 കാർഡും കൂടി ഒരുമിച്ച് വന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് എടുക്കുകയാണ്. ഹൈ പ്രീസ്റ്റസ് ആൻഡ് മജീഷ്യൻ. നിലവിലെ സിറ്റുവേഷൻ ആണ് പറയുന്നത്. ആ എനർജി ഡ്രെയിനിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന, നിങ്ങൾ യാത്ര ചെയ്യേണ്ടുന്ന, പോകേണ്ടുന്ന ഒരു ഡെസ്റ്റിനേഷൻ ഏതാണ്? 8 ഓഫ് സോർഡ്സ് കാട്ടുന്നുണ്ട്. ആരോടൊപ്പമാണ് ഈ യാത്ര നിങ്ങൾ പോകേണ്ടത്? ഇവിടെയും 2 കാർഡാണ്, എംപ്രസ് ആൻഡ് 2 ഓഫ് കപ്സ്. ആ യാത്രയുടെ റിസൾട്ട് എന്തായിരിക്കും നിങ്ങളുടെ ലൈഫിൽ? ഓക്കെ, 3 കാർഡ്സ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് കപ്സ്, 8 ഓഫ് കപ്സ് ആൻഡ് 5 ഓഫ് കപ്സ്. നീക്കിയൊക്കെ പൈൽ നമ്പർ 3 തിരഞ്ഞെടുത്തിരിക്കുന്ന കാർഡ് 10 ഓഫ് പെന്റക്കിൾസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സമ്പൂർണതയെയും കുടുംബത്തെയും വലിയ നേട്ടങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. പുറമേ നോക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം ഉണ്ടെന്ന് തോന്നാമെങ്കിലും നിങ്ങളുടെ ആത്മാവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ റീചാർജ് ചെയ്യാൻ യൂണിവേഴ്സ് നിങ്ങളോട് എന്താണ് നിർദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ നിലവിലെ അവസ്ഥ നമുക്ക് ലഭിച്ചിരിക്കുന്നത് 4 ഓഫ് വാൻഡ്സ്, മജീഷ്യൻ ആൻഡ് ഹൈ പ്രീസ്റ്റസ് ആണ്. 2 മേജർ ആർക്കാന കാർഡ്സും 4 ഓഫ് വാൻഡ്സ് എന്ന് പറയുന്ന ഒരു ഹോം കമ്മിങ്, ഒരു പോസിറ്റീവ് സൈനുള്ള കാർഡുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് കറണ്ട് എനർജി ആയിട്ട്. അത് വളരെ ശക്തമായ കാർഡാണ് ഈ 3 കാർഡുകളും. ഇവിടെ നിങ്ങളുടെ എനർജി ചോരുന്നത് പുറത്തു നിന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ടല്ല, നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളുടെ അമിത ഭാരം കൊണ്ടാണെന്നാണ് പറയുന്നത്. പുറമേക്ക് നിങ്ങളുടെ ജീവിതം വളരെ സുരക്ഷിതവും സന്തുഷ്ടവുമായിരിക്കാം മറ്റുള്ളവർ നോക്കുമ്പോൾ. നിങ്ങളുടെ ജീവിതം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ കഴിവുകളും നിങ്ങൾക്കുണ്ടെന്നാണ് ഈ മജീഷ്യൻ കാർഡ് പറയുന്നത്. എന്നാൽ നിങ്ങളുടെ ഉള്ളിലെ ആത്മീയമായ ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, മനസ്സിന്റെ ആഴക്കടലിലെ ചോദ്യങ്ങൾ എന്നിവ നിങ്ങളെ അസ്വസ്ഥമാക്കുന്നുണ്ട്. പുറമേക്ക് എല്ലാ സൗഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ ആത്മാവിന്റെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയാതെ നിങ്ങൾ ഉഴലുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളുടെ എനർജി ഡ്രെയിനായിട്ട് വരുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷനെ അവഗണിക്കുന്നത് കൊണ്ടാണ് ഈ എനർജി ഡ്രെയിൻ ഉണ്ടാകുന്നത്. പുറമേക്കെല്ലാം പെർഫെക്റ്റ് ആണെങ്കിലും ഉള്ളിൽ എവിടെയോ ഒരു ശൂന്യത നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയുള്ള സ്ഥലത്തേക്ക് യാത്ര പോകാനാണ് പറയുന്നത് എന്ന് നോക്കുമ്പോൾ ഇവിടെ 2 കാർഡുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 6 ഓഫ് വാൻഡ്സ് ആൻഡ് 8 ഓഫ് സോർഡ്സ്.
എയ്റ്റ് ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡ് നിങ്ങളുടെ സ്വന്തം ചിന്തകളിൽ നിങ്ങൾ തടവിലാക്കപ്പെട്ടിരിക്കുന്നത് കാണിക്കുന്ന കാർഡാണ്. ഇതിൽ നിന്നുള്ള മോചനമാണ് ഈ 6 ഓഫ് വാൻഡ്സ് എന്ന് പറയുന്ന വിക്ടറി കാർഡ് പറയുന്നത്. ആ സ്വന്തം ചിന്തകളിൽ തളച്ചിടപ്പെടുന്നതിൽ നിന്ന് ഒരു മോചനം നിങ്ങൾക്ക് വേണം. അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ മനസ്സിലെ എല്ലാ കെട്ടുപാടുകളും അനാവശ്യ ഭയങ്ങളും അഴിച്ചു മാറ്റാൻ പറ്റുന്ന ഒരിടത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യണം എന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾ പോകണം. ഇതൊരു പക്ഷേ ആത്മീയമായ ഒരു ഉണർവ് നൽകുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളാകാം, അല്ലെങ്കിൽ ചരിത്രപരമായ പ്രാധാന്യമുള്ള വലിയ കോട്ടകളോ കൊട്ടാരങ്ങളോ ഒക്കെ സന്ദർശിക്കുന്നതാകാം. നിങ്ങൾക്ക് വലിയൊരു വിജയബോധം സമ്മാനിക്കുന്ന, മനസ്സിനെ തുറന്നുവിടാൻ സഹായിക്കുന്ന വിസ്തൃതമായ കാഴ്ചകളുള്ള ഒരിടമായിരിക്കണം അത്. അതായത് നിങ്ങൾക്ക് ആ സ്ഥലം സന്ദർശിച്ചാൽ ഒരു വിജയത്തിന്റെ ഒരു എനർജി ലഭിക്കണം. ആരുമായിട്ടാണ് യാത്ര പോകേണ്ടത്? ഈ യാത്രയിൽ നിങ്ങളുടെ കൂടെ ആരുണ്ടാകണം എന്ന് ചോദിക്കുമ്പോൾ 2 ഓഫ് കപ്സും എംപ്രസും ആണ് ലഭിച്ചിരിക്കുന്നത്. രണ്ടും മനോഹരമായ കാർഡുകളാണ്. നിങ്ങളുടെ ആത്മാവിനോട് അത്രമേൽ ചേർന്ന് നിൽക്കുന്ന ഒരാൾ മാത്രമായിരിക്കണം ഈ യാത്രയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകേണ്ടത്. അത് നിങ്ങളുടെ പങ്കാളി, അതായത് സോൾമേറ്റ്, അല്ലെങ്കിൽ നിങ്ങളെ അമ്മയെ പോലെ പരിപാലിക്കുന്ന, ഉപാധികളില്ലാതെ സ്നേഹിക്കുന്ന അത്രയും പ്രിയപ്പെട്ടൊരു വ്യക്തി ആകാം. അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയും നിങ്ങളുടെ കുട്ടികളും ഒരുമിച്ചുള്ളൊരു യാത്രയാകാം. ഒരു പങ്കാളിയുടെയും ഒരു അമ്മയുടെയും എനർജി, ഒരു പാരന്റിന്റെയും എനർജി ഇവിടെ കാണാം. നർച്ചറിങ് എനർജി. അമ്മയോടൊപ്പമുള്ള യാത്രയുമാകാം. എന്നാലും ഇവിടെ കൂടുതൽ അതെ, അമ്മയും പങ്കാളിയും കുട്ടികളും എന്ന് നമുക്കിതിനെ പറയാം. അങ്ങനെ ഒരു എനർജി. അതായത് ഒരു ഉപാധികളില്ലാതെ നിങ്ങളെ സ്നേഹിക്കുന്ന അത്രയും പ്രിയപ്പെട്ട ഒരു വ്യക്തിയോടൊപ്പം പരസ്പരം സ്നേഹബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന് വേണ്ടിയിട്ട് ബോധപൂർവമായിട്ട് അങ്ങനെ വലിയ കൂട്ടങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ആ വ്യക്തിയോടൊപ്പം മാത്രം യാത്ര ചെയ്യുക. ഇതെന്തായിരിക്കും ഈ യാത്ര നിങ്ങൾക്ക് സമ്മാനിക്കാൻ പോകുന്നത്? റിസൾട്ട് എന്തായിരിക്കും? ഈ യാത്ര കഴിഞ്ഞ് മടങ്ങി എത്തുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന വലിയ സമ്മാനം എന്തായിരിക്കും എന്നുള്ളതാണ് ഈ 3 കാർഡുകളിലൂടെ യൂണിവേഴ്സ് നമുക്ക് ഉത്തരമായിട്ട് നൽകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്തുണ്ടായ വലിയ നഷ്ടങ്ങളെ കുറിച്ചുള്ള സങ്കടം, ഇമോഷണൽ ബാഗേജ്, ഗ്രീഫ്സ്, നിരാശകൾ നിങ്ങൾ പൂർണ്ണമായും ആ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഉപേക്ഷിച്ചിട്ടുണ്ടാകും. അത് ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളൊന്ന് റീചാർജ് ആകും. ആ സങ്കടങ്ങളിൽ നിന്ന് ബോധപൂർവം നടന്നകലാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ വികാരങ്ങളെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയുന്ന മനസമാധാനമുള്ള ഒരു കിങ് ഓഫ് കപ്സ് ആയി മാറിയിട്ടായിരിക്കും നിങ്ങൾ തിരിച്ചെത്തുക. വൈകാരികമായ ഒരു വലിയ സുഖപ്പെടുത്തൽ, ഒരു ഡീപ്പ് ഇമോഷണൽ ഹീലിംഗ് ഈ യാത്രയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് പുറമേയുള്ള വിജയങ്ങൾക്കിടയിലും നിങ്ങളുടെ മനസ്സ് അനുഭവിക്കുന്ന ആ ശൂന്യത മാറ്റാൻ സമയമായിട്ടുണ്ട്. കഴിഞ്ഞകാല സങ്കടങ്ങളെല്ലാം ഒഴുക്കിക്കളയാൻ നിങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെയും കൂട്ടി ആത്മീയമായ ശാന്തത നൽകുന്ന ഒരിടത്തേക്ക് യാത്ര തിരിക്കുക. അതൊരു പിൽഗ്രിം പ്ലേസ് ആവണമെന്നൊന്നും അല്ല അതിനർത്ഥം, അല്ലെങ്കിൽ ഒരു തീർത്ഥാടനം പോകണമെന്നല്ല. നിങ്ങൾക്കൊരു വലിയ വിജയം തോന്നുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ആ യാത്ര നിങ്ങൾക്ക് നല്ലൊരു ഒരു വിക്ടറി ഫീൽ നൽകുമെങ്കിൽ അങ്ങനെ ഒരു സ്ഥലം അത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സിനെ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന ഒരു ആളോടൊപ്പം തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഒരു രാജാവിനെ പോലെ, നിങ്ങളുടെ വികാരങ്ങൾക്ക് അടിപ്പെടാതെ ഒരു കിങ് ഓഫ് കപ്സിനെ പോലെ നിങ്ങൾക്ക് തിരിച്ചെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ യാത്ര നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ഒരു എനർജി ബൂസ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. ബൈ.